ഇടുക്കി കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമ്പലപ്പടി സ്വദേശി ഷാജിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ലാൽ കൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകിട്ടാണ് രൂക്ഷമായ മഴയുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്ന ഒരു മഴയായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമ്പലപ്പടിയിലുള്ള ഷാജിയുടെ കിണർ ഇടിഞ്ഞ് താഴ്ന്നു പോയത്. ഏകദേശം 5 അടി താഴ്ചയിലേക്കാണ് ഈ കിണർ താഴ്ന്നു പോയത്. രാത്രി സമയമായതുകൊണ്ട്, പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ആൾക്കാർക്കാർക്കും അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ജില്ലയിൽ ഉടനീളം ശക്തമായ മഴയായിരുന്നു. ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്ന മഴയ്ക്ക് പുറമെ നല്ല കാറ്റുമുണ്ടായിരുന്നു. ഇതിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും മരം കടപുഴകി വീണിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്ക് മരം വീണ ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഗതാഗത തടസ്സമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വ്യാപകമായി മണ്ണിടിയുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പ്രകടമായ മഴ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് രാവിലെ മുതൽ തുടരുന്നത്. ഇപ്പോഴും തുടരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ മലയോര മേഖലയിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും താൽക്കാലികമായി ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.